आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആമ്രഭോർക്ക ഗീതാണ് പഠിച്ചു കഴിഞ്ഞത്. രാധയുടെ ലജ്ജ കാരണം തൻ്റെ പ്രിയതമനെ കാണാൻ സാധിച്ചില്ല. കൃഷ്ണൻ മാവിൻ പൂങ്കുല പൊടിച്ചുകൊണ്ട് നടപ്പാതയിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കിനി പുതിയ ഭാഗത്തേക്ക് കടക്കാം. മഞ്ചരി പരിണയത്തിലെ ആമ്രഭോർക്ക അർത്ത് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആമ്രഭോർക്ക അർത്ത് എന്ന് പറഞ്ഞാൽ മാവിൻ പൂങ്കുലയുടെ അർത്ഥമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കൃഷ്ണൻ മാവിൻ പൂങ്കുല പൊടിച്ചുകൊണ്ട്, അതായത് സിന്ദൂരരേഖയിൽ ചാർത്തുന്ന പോലെയാണ് ആ നടപ്പാതയിലൂടെ വിതറിക്കൊണ്ട് കൃഷ്ണൻ തൻ്റെ ഗ്രാമത്തിലേക്ക്, നന്ദഗ്രാമത്തിലേക്ക് പോയത്. അപ്പോൾ ആ പൊടിച്ച് ഇട്ടതിൻ്റെ അർത്ഥമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഏതൊരു സ്ത്രീക്കും തൻ്റെ പുരുഷൻ സിന്ദൂരരേഖ ചാർത്തുക എന്ന് പറയുന്നത് വളരെ പവിത്രമായ കാര്യമാണ്. വിവാഹ സമയത്ത് നടക്കുന്ന വളരെ പവിത്രമായ ഒരു ചടങ്ങാണത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. अगर मैं आम के भोर का ठीक ठीक संकेत नहीं समझ पाई तो भी इस तरह घिन मत हो प्रिय मेरे. कितनी बार जब तुमने अर्धोन्मीलित कमल भेजा तो मैं तुरंत समझ गई कि तुमने मुझे संजा बिरिया बुलाया है. कितनी बार जब तुमने अंजूरी भर बेले के फूल भेजे तो मैं समझ गई कि तुम्हारी अंजूरियों ने किसे याद किया है. कितनी बार जब तुमने अगस्त्य के दो उजले कटावदार फूल भेजे तो मैं समझ गई कि तुम फिर मेरे उजले कटावदार पाँवों में तीसरे पहर टीले के पास वाले सहकार की घनी छाव में बैठकर महावर लगाना चाहते हो. आज अगर आम के भौर का संकेत नहीं भी समझ पाई तो क्या इतना बड़ा मान ठान लोगे. നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകാം. अगर मैं आम के भौर का टिक टिक संकेत नहीं समझ पाई तो भी इस तरह खिन्न मत हो प्रिय मेरे. രാധ തൻ്റെ കൃഷ്ണനോട്, തൻ്റെ കണ്ണനോട് പറയുകയാണ്, മാമ്പൂ പൊടിച്ചുകൊണ്ട് നടപ്പാതയിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ രണ്ട് വശത്തും പുല്ല് നിറഞ്ഞ ആ വഴിയിലൂടെ മാമ്പൂ പൊടിച്ചുകൊണ്ട് വിതറിക്കൊണ്ട് കൃഷ്ണൻ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം രാധയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ ദുഃഖമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അത് കറക്റ്റായിട്ട് ടീക്ക് സംഗീത, ആ സംഗീതം എന്ന് പറഞ്ഞാൽ സൂചനയാണ്. അഗർമേ, ഒരു പക്ഷെ ഞാൻ മാമ്പൂവിൻ്റെ അർത്ഥം, ആ സൂചന അങ്ങ് നൽകിയ, അല്ലെങ്കിൽ കൃഷ്ണൻ നൽകിയ ആ സൂചന ഞാൻ മനസ്സിലാക്കിയില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്കിൽ കൂടി ഇതുപോലെ തോബി ഇസ്തറ ഖിന്ന് മത്തുഹോ, ഇതുപോലെ ദുഃഖിതനാവരുത് എൻ്റെ പ്രിയനെ എന്നാണ് രാധ കൃഷ്ണനോട് പറയുന്നത്. കിത്നി ബാർ ജബ് തുമ്നെ അർദ്ധോന്മീലിത് കമൽ ബേജ, നീ ഒരുപാട് തവണ എനിക്ക്, ഇതാദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം, എനിക്ക് നീ നൽകിയ സൂചനകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് ആദ്യമാണ്. മുമ്പൊക്കെ എന്തൊക്കെ സൂചന നൽകിയാലും ഞാനതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കിത്നി ബാർ, ഒരുപാട് തവണ ജബ് തുമ്നെ അർദ്ധോന്മീലിത് കമൽ ബേജ, പകുതി വിടർന്ന, അർദ്ധോന്മീലിത് എന്ന് പറഞ്ഞാൽ പകുതി വിടർന്ന, ആദാ വികസിത്, കമൽ ബേജ അതായത് പകുതി വിടർന്ന താമര നീ എനിക്ക് അയച്ചിട്ടുണ്ട്. കമൽ എന്ന് പറഞ്ഞാൽ താമര. तो मैं तुरंत समझ गई कि तुमने मुझे सांझा बिरिया बुलाया है. നീ അത് പാതി വിടർന്ന ആ
താമര അയച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രണയിനി എന്ന നിലയിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നീ ഉദ്ദേശിച്ചത്. തുമ്നെ മുझे സാഞ്ചാ ബിരിയ ബുലായ ഹെ. സാഞ്ചാ ബിരിയ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് എന്നെ നീ വിളിക്കുകയാണെന്ന് എനിക്ക് നീ ആ താമര പകുതി വിടർന്ന ആ താമര അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കിത്നി ബാർ ജബ് തുമ്നെ അഞ്ജൂരി ഭർ ഭർ ബേലേക്ക് ഫൂൽ ബേജെ. അതുപോലെ തന്നെ ഒരുപാട് തവണ നീ എനിക്ക് അഞ്ജൂരി ഭർ കൈക്കുമ്പിൾ നിറയെ, അഞ്ജൂരി എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിളാണ്, കൈക്കുമ്പിൾ നിറയെ ഭർ ഭർ ബേലേക്ക് ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മുല്ലപ്പൂവാണ്. അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോസ് കളറും സാധാരണ വൈറ്റ് കളറാണ് ഉണ്ടാകാറ്. ബേലേക്ക് ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ റെഡ് കളർ മുല്ലപ്പൂവാണ്. കൈ നിറയെ മുല്ലപ്പൂ നീ എനിക്ക് അയച്ചു തന്നപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു വിട്ടപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. तो मैं समझ गई कि तुम्हारी अंजूरियों ने किसे याद किया है. നീ അത് അയച്ചു കഴിഞ്ഞപ്പോൾ നിൻ്റെ കൈകൾ, അഞ്ജൂരി, നിൻ്റെ കൈകൾ, ഉള്ളം കൈകൾ എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് എന്നെ വളരെ ഓർക്കുകയുണ്ടായി. കിസെ യാദ് കിയ, ആരെയാണ് ഓർത്തത്. കിത്നി ബാർ ജബ് തുമ്നെ, അതായത് നിൻ്റെ ഉള്ളം കൈകളാൽ എന്നെ സ്പർശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെന്ന് നീ എനിക്ക് മുല്ലപ്പൂ, കൈക്കുമ്പിളിൽ നിറയെ മുല്ലപ്പൂ അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് നിൻ്റെ കൈകൾ കൊണ്ട് എന്നെ സ്പർശിക്കണമെന്നുള്ള ആഗ്രഹം നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനു മുന്നേ പകുതി വിടർന്ന താമരപ്പൂ നീ എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ സന്ധ്യാസമയത്ത് കാണണമെന്ന്. कितनी बार जब तुमने अगस्त्य के 2 उजले कटावदार फूल भेजे. അതുപോലെ തന്നെ ഒരുപാട് തവണ നീ എനിക്ക്, നമ്മൾ പ്രണയിച്ചിരുന്ന, നമ്മൾ നേരിൽ കണ്ട സമയങ്ങളിൽ നീ എനിക്ക് അഗസ്ത്യക്ക് അഗസ്ത്യ എന്ന് പറഞ്ഞ ഒരു തരം മരമാണ്, ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്. അതിൻ്റെ വളരെ നല്ല സ്മെല്ലുള്ള, അർദ്ധചന്ദ്രൻ്റെ ആകൃതിയിലുള്ള, വൈറ്റും റെഡും കളറായിട്ടുള്ള പൂക്കൾ, ഉജലേ കട്ടാവ്ദാർ എന്ന് പറഞ്ഞാൽ വളരെ തിളങ്ങുന്ന 2 കൊല പൂവ്. കട്ടാവ്ദാർ എന്ന് പറഞ്ഞാൽ പൂവാണ്. കട്ടാവ്ദാർ ഫൂൽ എന്ന് പറഞ്ഞാൽ 2 കൊല പൂവ്, തിളങ്ങുന്ന വൈറ്റും റെഡും കളറുള്ള അർദ്ധചന്ദ്രാകൃതിയിലുള്ള പൂവുകൾ, പുഷ്പങ്ങൾ നീ എനിക്ക് അയച്ചു. तो मैं समझ गई कि അത് അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായി तुम फिर मेरे उजले कटावदार पावों में तीसरे पहर टीले के पास वाले सहगार की घनी छाव में बैठकर महावर लगाना चाहते हो. നീ അത് എനിക്ക് ആ അർദ്ധചന്ദ്രാകൃതിയിലുള്ള പുഷ്പത്തിൻ്റെ ആ കൊല, ഒരുപാട് പുഷ്പങ്ങളുള്ള കൊല നീ എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി तो फिर मेरे उजले कटावदार पावों में, കട്ടാവ്ദാർ പാവ് എന്ന് പറഞ്ഞാൽ ചിത്രപ്പണികളോട് കൂടിയ എൻ്റെ കാലുകൾ, തീസ്രേ പഹർ 3-ാം യാമമാണ്. തീസ്രേ പഹർ എന്ന് പറഞ്ഞാൽ 3-ാം യാമമാണ്. ടീലേക്ക് പാസ് വരെ, കുന്നിനടുത്തുള്ള, ടീലേക്ക് പാസ് എന്ന് പറഞ്ഞാൽ കുന്നാണ്, കുന്നിൻ ചരിവ് അല്ലെങ്കിൽ കുന്നിനടുത്തുള്ള. സഹഗാർ കി ഘനി ചാവുമേ, സഹഗാർ എന്ന് പറഞ്ഞാൽ നല്ല മണമുള്ള മാവാണ്. സഹഗാർ കി ഘനി ചാവുമേ, വളരെ തണൽ നൽകുന്ന മാവിൻ ചോട്ടിൽ ബൈഡ്കർ മഹാവർ ലഗാന ചാത്ത്. മഹാവർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ചായം തേക്കുക, മൈലാഞ്ചി ഇടുക. അതായത് വളരെ തണലുള്ള, നല്ല സ്മെല്ലുള്ള, നല്ല മണമുള്ള മാവിൻ ചൂട്ടിലിരുന്ന്, കുന്നിനടുത്തുള്ള മാവിൻ ചൂട്ടിലിരുന്ന് 3-ാം യാമത്തിൽ ചിത്രപ്പണികളോടുകൂടിയ എൻ്റെ കാലുകളിൽ മൈലാഞ്ചി ഇടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് മനസ്സിലായത്? അതായത് അഗസ്ത്യക്ക് 2 ഉജലെ കട്ടാവ്ദാർ ഫൂൽ ബേജെ. അഗസ്ത്യ എന്ന് പറയുന്ന മരത്തിൽ ഉണ്ടാകുന്ന ചന്ദ്രാകൃതിയിലുള്ള വൈറ്റും റെഡും നിറത്തിലുള്ള പുഷ്പങ്ങൾ അയച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അങ്ങനെ ഓരോ സൂചന നൽകിയപ്പോഴും രാധയ്ക്ക് മനസ്സിലായിട്ടുണ്ട് മുമ്പേ. അത് ഓർക്കുകയാണ് ഇവിടെ രാധ. പക്ഷേ ഈ അവസാന സമയത്ത് സൂചിപ്പിച്ചതാണ് മനസ്സിലാവാഞ്ഞത്. അത് മാമ്പൂവിൻ്റെ പൊടിച്ചിട്ട് ഇട്ടതാണ് മനസ്സിലാവാഞ്ഞത്. അതുകൊണ്ട് നീ ദുഃഖിക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല എന്നാണ് രാധ കൃഷ്ണനോട് പറയുന്നത്. आज अगर आम के भोर का संकेत नहीं भी समझ पाई तो क्या इतना बड़ा मान ठान लोगे.
ഇത്രയും ദേഷ്യം കാണിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ മാമ്പൂവിൻ്റെ ആ സൂചന, നീ നൽകിയ സൂചന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇത്രയും മാൻ ഠാൻ ലോകെ, ഇത്രയും ക്രോധം, ഠാൻ എന്ന് പറഞ്ഞാൽ ക്രോധമാണ്, ഇത്രയും ക്രോധം അല്ലെങ്കിൽ ഇത്രയും ദേഷ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് രാധാകൃഷ്ണനോട് ചോദിക്കുകയാണ്. അതിനു മുന്നേ ഞാൻ നീ നൽകിയ എല്ലാ സൂചനകൾ മനസ്സിലാക്കി നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. मैं मानती हूँ कि तुमने अनेक बार कहा है राधन, तुम्हारी शोक चंचल विचुंबित पलकें तो पगडंडियाँ मात्र हैं जो मुझे तुम तक पहुँचकर रेत जाती हैं. तुमने कितनी बार कहा है राधन, ये पतले मृणाल सी तुम्हारी घोरी अनावृत बाहें पगडंडियाँ मात्र हैं जो मुझे तुम तक पहुँचाकर रेत जाती हैं. तुमने कितनी बार कहा है, सुनो, तुम्हारे अधर, तुम्हारी पलकें, तुम्हारी बाहें, तुम्हारी चरण, तुम्हारे अंग प्रत्यंग, तुम्हारी सारी चंबक वर्ण देह मात्र पगडंडियाँ हैं जो चरम साक्षात्कार के क्षणों में रहती नहीं, रीत रीत जाती हैं. हाँ चंदन, तुम्हारे शिथिल आलिंगन में मैंने कितनी बार इन सबको रीतता हुआ पाया है. मुझे ऐसा लगा है जैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है और इस समय मैं शरीर नहीं हूँ, मैं मात्र एक सुगंध हूँ. आधी रात महकने वाले इन रजनीगंधा के फूलों की प्रगाढ़ मधुर गंध, आकारहीन वर्णहीन रूपहीन. നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കിടക്കാം. मैं मानती हूँ कि तुमने अनेक बार कहा है, ഞാൻ അംഗീകരിക്കുന്നു, നീ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. राधन, तुम्हारी शोक चंचल विचुंबित पलकें तो पगडंडियाँ मात्र हैं. നീ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അത് രാധ ഇവിടെ ഓർക്കുകയാണ് കൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന്. നിൻ്റെ രാധൻ, നിൻ്റെ ശോകചഞ്ചൽ, ധിക്കാരിയായ ചഞ്ചലമായ, ശോകചഞ്ചലം എന്ന് പറഞ്ഞാൽ ധിക്കാരിയായ, ശോകം തന്നെ ധിക്കാരിയായ, ചഞ്ചലം എന്ന് പറഞ്ഞാൽ ചഞ്ചലമായ, വിചുംബിത് പലകെ, കൂമ്പിയ കൺപോളകൾ, നിൻ്റെ കണ്ണിൻ്റെ പോളകൾ, നിൻ്റെ ധിക്കാരിയായ ചഞ്ചലമായ കൺപോളകൾ, പകഡണ്ടിയ മാത്രഹേ, നിന്നിലേക്ക് എത്താനുള്ള മാർഗം മാത്രമാണ്. പകഡണ്ടിയ മാത്രം എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് എത്താനുള്ള വഴി മാത്രമാണ്. ജോ മുझे തും തക് പहुंचाकर रेत जाती है. നിൻ്റെ ഈ കൺപോളകൾ, നിൻ്റെ ധിക്കാരിയായ ചഞ്ചലമായ നിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതിൽപ്പെട്ടതാണ് കൺപോളകൾ. നിൻ്റെ ശരീരത്തിൻ്റെ ഈ ഭാഗം പോലും നിന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. ജോ മുझे തും തക് പहुंचाकर रेत जाती है. रेत ജാന ശൂന്യമാക്കുക. നിന്നിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല, ശൂന്യമാണ്. കൺപോളകൾക്കൊന്നും, പോളകൾക്കൊന്നും ഒരു അർത്ഥവും ഇല്ല. തുമ്നെ കിത്നി ബാർ കഹാ, നീ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. രാധ വീണ്ടും ഓർക്കുകയാണ്. പിന്നെന്താ പറഞ്ഞത്? രാധൻ, യെ പത്ലെ മൃണാൽ സി തുമാരി ഘോരി അനാവൃത്ത് ബാഹേ. രാധേ, നിൻ്റെ പത്ലെ മൃണാൽ, നിൻ്റെ മെലിഞ്ഞ, മൃണാൽ സി തുമാരി, താമരത്തണ്ട് പോലെയുള്ള നിൻ്റെ ഘോരി അനാവൃത്ത് ബാഹേ. മൃണാൽ എന്ന് പറഞ്ഞാൽ താമരത്തണ്ടാണ്. തുമാരി ഘോരി, നിൻ്റെ വെളുത്ത, അനാവൃത്ത് ബാഹേ, കവറിങ് ചെയ്യാത്ത, അനാവൃത്ത് എന്ന് പറഞ്ഞാൽ കവറിങ് ചെയ്യാത്ത, ബാഹേ കൈകൾ, പകഡണ്ടിയാ മാത്രഹേ. വീണ്ടും പറയുന്നു, അതും നിൻ്റെ അടുത്ത് എത്തിക്കാനുള്ള, എന്നെ എത്തിക്കാനുള്ള മാർഗം മാത്രമാണ്. പകഡണ്ടിയ മാർഗം മാത്രമാണ്, വഴി മാത്രമാണ്. നിൻ്റെ വെളുത്ത താമരത്തണ്ട് പോലെയുള്ള മെലിഞ്ഞ കൈകൾ. ജോ മുझे തും തക് പहुंचाकर रेत जाती है. അതും നിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതും ശൂന്യമാകും. റീത്ത് ജാന, ശൂന്യമാവുക. തുമ്നെ കിത്നി ബാർ കഹാ ഹേ. അതുപോലെ തന്നെ വീണ്ടും കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. തുമ്നെ കിത്നി ബാർ, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സുനോ, തുമാരെ അധർ, തുമാരി ഫലകേ, തുമാരി ബാഹേ, തുമാരെ ചരൺ, തുമാരെ അംഗ് പ്രത്യംഗ്, തുമാരി സാരി ചമ്പക വർണ്ണി ദേഹ് മാത്ര പകഡണ്ടിയാ ഹേ. നീ കേൾക്കൂ, നിൻ്റെ അധരങ്ങൾ, നിൻ്റെ ചുണ്ട്, തുമാരി പലകെ, നിൻ്റെ കൺപോളകൾ, തുമാരി ബാഹേ, നിൻ്റെ കൈകൾ, തുമാരെ ചരൺ, നിൻ്റെ കാലുകൾ,
തുമാരെ അംഗ് പ്രത്യംഗ നിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, തുമാരി സാരി ചമ്പകവർണ്ണ ദേഹം നിൻ്റെ ചമ്പക നിറത്തിലുള്ള നിൻ്റെ ശരീരം മാത്ര പകടണ്ടിയാ ഹേ, എല്ലാം നിന്നിലേക്ക് എനിക്ക് എത്താനുള്ള മാർഗങ്ങൾ മാത്രമാണ്. ജോ ചരമ സാക്ഷാത്കാർ കെ ക്ഷണോമേ രഹത്തി ഹി നഹി, നിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, അത് സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല. റീത്ത് ജാതി ഹേ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശാരീരികമായ ആകർഷണം ഇല്ലാതാകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നേരിൽ കാണുമ്പോൾ, കാമുകമാർ നേരിൽ കാണുമ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു കാര്യവും അത് അർത്ഥമില്ല, അല്ലേ? നിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നിൻ്റെ അടുത്ത് എത്തിക്കാനുള്ള മാർഗം മാത്രമാണ് എന്നാണ് കൃഷ്ണൻ രാധയോട് പറഞ്ഞിട്ടുള്ളത്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ശൂന്യമാകുമെന്ന് പറയുന്നു. हाँ चंद्रन, तुम्हारे शिथिल आलिंगन में मैंने कितनी बार इन सबको रीता हुआ पाया है. ആ ചന്ദന തുല്യമായ കനു, ഇവിടെ ചന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ സംബോധന ചെയ്യുകയാണ് രാധ. ആ ചന്ദന തുല്യമായ കനു കൃഷ്ണ, തുമാരെ ശിഥിൽ ആലിംഗന്മേ, നിൻ്റെ ശിഥിലമായ ആലിംഗനം കൊണ്ട്, ആലിംഗനത്തിൽ, മേനെ കിത്നി ബാർ ഇൻ സബ്കോ റീത്ത ഹുവ പായാ ഹെ, ഞാൻ ഒരുപാട് തവണ ഇതൊക്കെ ശൂന്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നീ ആലിംഗനം ചെയ്യുന്ന സമയത്ത്, നീ എന്നെ കെട്ടിപ്പുണരുന്ന സമയങ്ങളിൽ എനിക്ക് നീ പറഞ്ഞ പോലെ തന്നെ ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല, ഇതൊക്കെ മാർഗങ്ങൾ മാത്രമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മുझे ऐसा लगा है जैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നീ ആലിംഗനം ചെയ്യുന്ന സമയത്ത് എന്നെ, ജൈസെ കിസിനെ സഹസ, ആരോ എന്നെ, ജിസ്മ കെ ഭോജ് സെ, എൻ്റെ ശരീരത്തിൻ്റെ ഭാരം, ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരമാണ്, ജിസ്മ കെ ഭോജ്, ശരീരത്തിൻ്റെ ഭാരം, ഭോജ് ഭാരം, മുझे മുക്ത് കർ ദിയ, എൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിൽ നിന്നും എന്നെ മുക്തമാക്കിയെന്ന് നീ എന്നെ കെട്ടിപ്പുണർന്ന സമയത്ത് എനിക്ക് തോന്നി. ആരോ എന്നെ എൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തെ കുറച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു, എന്നെ സ്വതന്ത്രമാക്കിയെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. और इस समय में शरीर नहीं हूँ, ഈ സമയത്ത് ഞാൻ ശരീരമല്ലാതായി തീരുന്നു. मैं मात्र एक सुगंध हूँ, ഞാൻ സുഗന്ധമായി മാറുന്നു. आधी रात महकने वाले इन रजनीगंधा के फूलों की प्रगाढ़ मधुर गंध, आकारहीन वर्णहीन रूपहीन. അതുപോലെ തന്നെ രാധ പറയുകയാണ്, ആധി രാത്, അർദ്ധരാത്രിയിലെ, മഹക്നെ വാലെ ഇൻ രജനീഗന്ധ, സുഗന്ധം നിറച്ചിട്ടുള്ള ഈ രാത്രിയിൽ വിരിയുന്ന പൂവാണ് രജനീഗന്ധ കെ ഫൂലോങ്കി, രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങളെയാണ് രജനീഗന്ധ എന്ന് പറയുന്നത്. അതായത് അർദ്ധരാത്രിയിൽ സുഗന്ധം പരത്തുന്ന പുഷ്പമാണ് രജനീഗന്ധ. ഇതിൻ്റെ പ്രകാട് മധുര ഗന്ധ്, ആകാർഹീൻ, അതിന് രൂപമില്ല, വർണ്ണഹീൻ വർണ്ണമില്ല, ആകാർഹീൻ ശരീരമില്ല, പ്രകാട് മധുര ഗന്ധ് രൂപഹീൻ, അതിന് ഗാഠമായ രൂപമില്ല, മധുരമായ ഗന്ധമില്ല, ആകാർഹീനാണ്, ശരീരപ്രകൃതിയില്ല, വർണ്ണഹീനാണ്, നിറമില്ല, രൂപഹീൻ രൂപവുമില്ല. ആലിംഗന സമയത്ത് ഞാൻ ശരീരമല്ല, സുഗന്ധം മാത്രമാണ്, നല്ല സുഗന്ധമായി മാറുന്നു. കണ്ടുമുട്ടലിൻ്റെ ആ അനുഭൂതിയിൽ ശാരീരികതയ്ക്ക് ഒരർത്ഥവുമില്ല എന്നാണ് ഇവിടെ രാധ പറയുന്നത്. ഗന്ധങ്ങൾക്ക് രൂപമോ നിറമോ ഒന്നുമില്ലല്ലോ, അതാണ് ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് രാധ പറയുന്നത്. ഗന്ധമായിട്ട് മാറുകയാണ് കൃഷ്ണൻ ആലിംഗനം ചെയ്യുന്ന സമയത്ത്. ഓക്കേ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. मुझे निध नए शिल्प में ढालने वाले मेरे उलझे रूह के चंदन वासित केशों में पतली उजली चुनौती देती हुई मांग, क्या वह आखिरी पगडंडी थी जिसे तुम रिथा देना चाहते थे? इस तरह उसे आम्र मंजरी से भर कर मैं क्यों भूल गई थी कि मेरे लीला बंधु, मेरे सहज मित्र की तो पद्धति ही यह है कि वह जिसे भी रिक्त करना चाहता है उसे संपूर्णता से भर देता है.
ये मेरी मांग क्या मेरे तुम्हारे बीच की अंतिम पार्थक्य रेखा थी? क्या इसीलिए तुमने उसे आम्र मंजरियों से भर भर दिया कि वह भरकर भी ताज़ी, कुंवारी और रीति छूट जाए? तुम्हारे इस अत्यंत रहस्यमय संकेत को ठीक ठीक ना समझ में उसका लौकिक अर्थ ले बैठी तो मैं क्या करूं? तुम्हें तो मालूम है कि मैं वही भावली लड़की हूँ ना, जो पानी भरने जाती है तो भरे हुए गड्ढे में अपनी चंचल आंखों की छाया देखकर उन्हें कुलेल करती छड़ूल मछलियाँ समझकर बार बार सारा पानी ढलका देती हैं. നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. मुझे निध नए शिल्प में ढालने वाले मेरे उलझे रूह के चंदन वासित केशों में. രാധ ഇവിടെ കൃഷ്ണനോട് പറയുകയാണ്, അങ്ങ് ഒരു ശില്പിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാധ പറയുന്നതാണ്, എൻ്റെ മണ്ടത്തരങ്ങൾ ഒരുപാട് നീ കണ്ടതല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ എന്ന് കൂടി ഇവിടെ രാധ കൃഷ്ണനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. മുझे നിധ നയ ശില്പമേ ढालने वाले, എന്നെ നിത്യവും പുതിയ രൂപം ढालने वाले വാർത്തെടുക്കുന്ന, അതായത് ശില്പി, പുതിയ രൂപങ്ങൾ പുതിയ ശില്പങ്ങൾ വാർത്തെടുക്കുന്നവരെ ശില്പി എന്ന് പറയുന്നു. കൃഷ്ണനെ ഇവിടെ ശില്പിയായിട്ടാണ് രാധ സംബോധന ചെയ്യുന്നത്. മേരെ ഉൽജയ റൂഖെ ചന്ദനവാസിത കേശോമേ, എൻ്റെ കുരുങ്ങിയ, ഉൽജയ എന്ന് പറഞ്ഞാൽ കുരുങ്ങിയ, റൂഖെ ഉണങ്ങിയ, ചന്ദനവാസിത കേശോമേ, എൻ്റെ ചന്ദനം മണക്കുന്ന എൻ്റെ കേശ്, എൻ്റെ മുടി, പത്ലി ഉജ്ലി ചുനോത്തി ദേത്തി ഹുയി മാങ്ക്, അതുപോലെ തന്നെ പത്ലി ഉജ്ലി മെലിഞ്ഞ തിളക്കമുള്ള, ചുനോത്തി ദേത്തി ഹുയി മാങ് എൻ്റെ സിന്ദൂര രേഖ, അതായത് നെറ്റിയിലുള്ള സിന്ദൂര രേഖയാണ് ഇവിടെ രാധ ഉദ്ദേശിക്കുന്നത്. മാങ് എന്ന് പറഞ്ഞാൽ സിന്ദൂര രേഖയാണ്. ക്യാ വഹ് ആഖിരി പകടണ്ടി തീ ജിസെ തും റീത്ത ദേന ചാത്തേ തേ, അതായത് നീ മാമ്പൂ പൊടിച്ചുകൊണ്ട് വിതറി നീ വഴിയിലൂടെ കടന്നു പോയില്ലേ, അത് എൻ്റെ സിന്ദൂര രേഖയിൽ ചാർത്തിയ പോലെ ആണ് രാധയ്ക്ക് തോന്നിയത്. അത് അവസാനത്തെ നിൻ്റെ സൂചനയായിരുന്നു. നീ അത് നഷ്ടപ്പെടുത്താനാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ രാധ, അത് നിൻ്റെ അവസാനത്തെ മാർഗമായിരുന്നോ? യ ക്യാ ആഖിരി പകിടണ്ടി തീ, നിൻ്റെ അവസാനത്തെ മാർഗമായിരുന്നോ? ജിസെ തും റീതാദാനെ ചാത്ത, നീ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചത്. അതായത് നീ വിളിച്ച സമയത്ത്, ഓടക്കുഴലിൽ വിളിച്ച സമയത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് നീ നൽകിയ സൂചന, മാമ്പൂ പൊടിച്ച് നീ വഴിയിലൂടെ പോയി, ആ സൂചന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് നിൻ്റെ അവസാനത്തെ മാർഗമായിരുന്നോ എന്നിലേക്ക് എത്താനുള്ള? അത് നഷ്ടപ്പെടുത്താനാണോ നീ ആഗ്രഹിച്ചിരുന്നത്? അതായത് എൻ്റെ ചന്ദന മണമുള്ള, എൻ്റെ കുരുങ്ങിക്കിടക്കുന്ന ഉണങ്ങിയ എൻ്റെ മുടി, അതിൻ്റെ നടുവിലൂടെയാണ് സ്ത്രീകൾ സിന്ദൂരരേഖ ചാർത്തുന്നത്. അത്രയ്ക്കും പവിത്രമായ ഒരു കാര്യമാണ് സ്ത്രീകൾ വിവാഹശേഷം തൻ്റെ ഹസ്ബൻഡ്സ് സിന്ദൂരരേഖ ചാർത്തുന്നത്. അത്രയ്ക്കും വലിയ കാര്യമായിട്ടാണ് സ്ത്രീകൾ അത് വിവാഹശേഷവും അത് കൊണ്ടു നടക്കുന്നത്. അത്രയും പവിത്രമായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അത് അവസാനത്തെ നിൻ്റെ മാർഗമായിരുന്നു, അത് ആയിരുന്നു നീ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇസ്തർ ഉസെ ആമ്ര മഞ്ജരി സെ ഭർ ഭർ കർ, ഇതുപോലെ മാമ്പൂ കൊണ്ട് നിറയ്ക്കാനാണോ നീ ആഗ്രഹിച്ചത്? അതായത് രാധ പറയുന്നത് ഇവിടെ തൻ്റെ നെറ്റിത്തടത്തിൽ, അതായത് മുടി നടുവിലൂടെ സിന്ദൂരരേഖ ചാർത്താൻ നീ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ സൂചനയായിരുന്നു നീ നൽകിയത്. मैं क्यों भूल गई थी कि मेरे लीला बंधु मेरे सहज मित्र की तो पद्धति ही यह है. ഞാൻ എന്തുകൊണ്ടാണ് മറന്നുപോയത്? മേരെ ലീലാബന്ധു, എൻ്റെ കളിക്കൂട്ടുകാരൻ. ലീലാബന്ധു എന്ന് പറഞ്ഞാൽ എൻ്റെ കളിക്കൂട്ടുകാരൻ. മേരെ സഹജ് മിത്ര, എൻ്റെ മിത്രം, എൻ്റെ കൂട്ടുകാരൻ. കി തോ പദ്ധതി ഹി യഹ്, എൻ്റെ കളിക്കൂട്ടുകാരൻ്റെ പദ്ധതി തന്നെയാണ് ഇത്.
कि यह जिसे भी रिक्त करना चाहता है उसे സമ്പൂർണ്ണത से भर देता है. ഞാൻ എന്തുകൊണ്ടാണ് മറന്നത്? എൻ്റെ കളിക്കൂട്ടുകാരൻ ആരെ തന്നെയാണോ ശൂന്യമാക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് സമ്പൂർണ്ണത കൊടുത്ത് കൊണ്ടാണ് ഇല്ലാതാക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് മറന്നത്? എന്താണോ ശൂന്യമാക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് സമ്പൂർണ്ണത കൊടുത്തുകൊണ്ടാണ് ഇല്ലാതാക്കുന്നത്. ആ കളിക്കൂട്ടുകാരനാണ് എൻ്റെ. അതെന്തുകൊണ്ടാണ് ഞാൻ മറന്നതെന്ന് ഇവിടെ രാധ ചോദിക്കുകയാണ്. ये मेरी मांग क्या मेरे तुम्हारे बीच की अंतिम पार्थक्य रेगा थी. എന്നിട്ട് സ്വയം പറയുകയാണ്, യഹ് മേരി മാങ് ക്യാ, എൻ്റെ സിന്ദൂര രേഖ, ക്യാ മേരെ തുമാരെ ബീച്ച് കി, നിൻ്റെയും എൻ്റെയും ഇടയിലുള്ള ഈ സിന്ദൂരരേഖ എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള അന്തിമ പാർത്ഥക്യ രേഖാത്തി, എന്നെ നിന്നെ വേർതിരിക്കുന്ന ഒന്നാണോ? പാർത്ഥക്യ രേഖ എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ്, വേർതിരിക്കുന്ന. സിന്ദൂര രേഖയ്ക്കിടയിൽ മാമ്പു നിറച്ചുകൊണ്ട്. क्या इसलिए तुमने उसे आम्र मंजरियों से भर भर दिया कि वह भर कर भी ताज़ी कुआरी और रीति चुट जाए. നീ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? നമ്മളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അത് വേർതിരിക്കുന്ന ഒന്നാണോ? അത് അന്തിമ രേഖയാണോ എന്ന് രാധ ചോദിക്കുകയാണ്. കൈസിലിയെ തുമ്നെ, അതുകൊണ്ടാണോ നീ ഉസെ ആമ്ര മഞ്ജുരസെ, അതിനെ മാമ്പൂ കൊണ്ട്, ഭർ ഭർദിയ നിറച്ചു, കി വ ഭർക്കർ ബി താസി, അത് നിറച്ചിട്ടും ഫ്രഷ്, കുവാരി കുമാരി ഒരു രീതി ചുടിജായെ, എൻ്റെ കുമാരിത്വം, എൻ്റെ കന്യകത്വം, എൻ്റെ ഫ്രഷ്നെസ് അത് നിറച്ച് ആക്കാനാണോ നീ വിചാരിച്ചത്? തുമാരെ ഇസ് അത്യന്ത രഹസ്യമായി സങ്കേതക്കോ, നിൻ്റെ, അതായത് നീ സിന്ദൂര രേഖ നിറച്ച് നീ മാമ്പൂ പൊടിച്ച് നീ പോയത് എൻ്റെ താസിയായ, എൻ്റെ ഫ്രഷായ, എൻ്റെ കുമാരി, എൻ്റെ കന്യകത്വം ശൂന്യമാക്കാനാണോ? അത് നമ്മുടെ അവസാനത്തെ ഡിവൈഡിങ്, നമ്മളെ തമ്മിൽ വേർതിരിക്കുന്ന ഒന്നാണോ? നീ എന്നെ സമ്പൂർണ്ണമാക്കാനാണ് ആഗ്രഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തൊക്കെ ശൂന്യമാക്കിയാലും സമ്പൂർണ്ണമാക്കിയേ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് തന്നിട്ടേ നീ പോയിട്ടുള്ളൂ. തുമാരെ ഈ അത്യന്ത രഹസ്യമായ സങ്കേതക്കും, നിൻ്റെ ഈ അത്യന്തമായ രഹസ്യമയമായ ഈ സൂചന, സങ്കേത സൂചന, ടീക് ടീക് ന സമജ് മേ ഉസ്ക ലൗകിക അർത്ഥ ലേ ബേട്ടി, ഞാൻ ശരിക്കും മനസ്സിലാക്കിയില്ല. ഞാൻ അതിൻ്റെ ലൗകികമായ അർത്ഥമാണ് മനസ്സിലാക്കിയത്. നിൻ്റെ ഈ രഹസ്യമായ സൂചന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അതിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ലൗകിക രീതിയിലാണ് ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത്. തൊമ്മെ ക്യാ കറൂ, ഞാൻ എന്ത് ചെയ്യാനാണ്? തുമേ തോ മാലൂം ഹേ, നിനക്കറിയാലോ, കി മേ വഹി ബാവലി ലടുക്കി ഹൂന, നിൻ്റെ ആ പഴയ പൊട്ടിപ്പെണ്ണ്, ബാവലി പൊട്ടിപ്പെണ്ണ് തന്നെയാണ്, നിനക്കതറിയാലോ. ജോ പാനി ഭർനെ ജാത്തി ഹേ, എപ്പോഴാണോ ഞാൻ വെള്ളം നിറയ്ക്കാൻ പോകുന്നത്, തോ ഭരേ ഹുവേ ഗഡ്ഡോമേ, നിറച്ച കുടത്തിൽ, കുടത്തിൽ, നിറഞ്ഞ കുടത്തിൽ, ജലം നിറഞ്ഞ കുടത്തിൽ, അപ്പിനി ചഞ്ചൽ ആങ്കോങ്കി ചായ ദേക്കർ, എൻ്റെ ചഞ്ചലമായ ഇളകുന്ന ആങ്കോങ്കി ചായ ദേക്കർ, എൻ്റെ കണ്ണിൻ്റെ നിഴൽ കണ്ടിട്ട്, ഞാൻ കുടത്തിൽ ജലം നിറയ്ക്കാൻ പോകുന്ന സമയത്ത്, കുടത്തിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ, എൻ്റെ ഇളകുന്ന കണ്ണുകളുടെ നിഴൽ കണ്ടിട്ട്, ഉനെ കുലേൽ കർത്തി ചഡൂൽ മച്ചിലിയാം സമജ്ക, ആ ഇളകുന്ന കണ്ണുകളുടെ നിഴൽ കണ്ടിട്ട് ഞാൻ നീന്തിക്കളിക്കുന്ന ചഡൂൽ മച്ചിലിയ, ചഞ്ചലമായ മീനുകൾ, മത്സ്യങ്ങളാണെന്ന് വിചാരിച്ച ആ പൊട്ടിപ്പെണ്ണാണ് ഞാൻ. ബാർ ബാർ സാരാ പാനി ടലക്കാതെത്തിയെ, ഞാനത് നീന്തിക്കളിക്കുന്ന മത്സ്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ആ കുടത്ത് നിന്ന് ജലം വീണ്ടും ഒഴുക്കി കളയുന്നു, വീണ്ടും നിറയ്ക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത ഒരു പൊട്ടിപ്പെണ്ണാണ് രാധ എന്നാണ് ഇവിടെ കൃഷ്ണനോട് പറയുന്നത്. ആ പൊട്ടിപ്പെണ്ണിനോട് ക്ഷമിച്ചൂടെ എന്നാണ് രാധ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാർ ഞാൻ പലതവണ ഞാൻ ആ കുടത്തിൽ നിറച്ച വെള്ളം എൻ്റെ കണ്ണുകളുടെ നിഴൽ കണ്ടിട്ട് അത് മത്സ്യങ്ങൾ, നീന്തിക്കളിക്കുന്ന മത്സ്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്, വീണ്ടും നിറയ്ക്കും. അപ്പോൾ ഞാൻ അന്നത്തെ പൊട്ടിപ്പെണ്ണാണ്, നിനക്കതൊക്കെ അറിയില്ലേ, നീ എന്നോട് ക്ഷമിക്കില്ലേ എന്ന് രാധ ചോദിക്കുകയാണ്.
എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി, നമസ്കാരം.